വൻ ട്വിസ്റ്റ്. നിരവധി മൃതദേഹം മറവ് ചെയ്തുവെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളുടെ മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്നാണ് കണ്ടെത്തൽ. കേസിലെ പരാതിക്കാരിയായ സുജാത ഭട്ടും മൊഴി മാറ്റി. അനന്യ ഭട്ട് എന്ന മകൾ തനിക്കില്ലെന്നാണ് ഇവരുടെ മൊഴി. കെ വി ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ പല അട്ടിമറി ശ്രമങ്ങളും ഉണ്ടായി. അതിനുശേഷം പോലീസിൻ്റെ അന്വേഷണം വരുന്നു. പോലീസ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയ ശേഷം അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. നിരവധി അസ്ഥി കഷ്ണങ്ങൾ ഈ ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് ഈ അന്വേഷണ വിവരങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും SIT മറച്ചു വയ്ക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകാത്ത സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ മുൻ ശുചീകരണ തൊഴിലാളി, ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയെ അറസ്റ്റ് ചെയ്യുന്നു. ഇത് എവിടെയാണ് ഈ അട്ടിമറി സംഭവിച്ചത്, ബൈജു? തീർച്ചയായും ടോമെ, ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ജൂലൈ 19-നാണ് SIT അന്വേഷണം ആരംഭിക്കുന്നത്. ഈ സമയം വരെ എന്താണ് SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നതിൽ ഒരു വ്യക്തതയുമില്ല. അതായത് ഇപ്പോഴും ഇതിൽ അവ്യക്തത തുടരുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇന്ന് ഒരുപാട് സംഭവ വികാസങ്ങൾ, ഇത്തരത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഇന്ന് ഏറ്റവും ഒടുവിലായി വലിയ വഴിത്തിരിവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ സാക്ഷിയായി എത്തിയ ആൾ തന്നെ ഇപ്പോൾ പ്രതിയായിരിക്കുന്നു എന്നതാണ്. ഇതിൽ SITയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇതിലുമില്ല. ഇതിൽ ആഭ്യന്തരമന്ത്രിയാണ് ഇത്തരത്തിൽ ഇയാളുടെ അറസ്റ്റ് ഉണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഈ അറസ്റ്റ് എന്ന കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി ഒരു സ്ഥിരീകരണം നൽകുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് SIT പറയുന്നത് ഇതാണ്. SITയുടെ ഭാഗത്തുനിന്നും അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഇതാണ്. ഇയാൾ കഴിഞ്ഞ 3 ദിവസമായി ഇയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. അതിനിടയിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇയാൾ നൽകിയതെന്നാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം 13 പോയിന്റാണ് ഇയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയത്. അതിന് പുറമെ 4 പോയിന്റ് കൂടി പരിശോധിച്ചു. ഇതിൽ 6-ൽ നിന്നും ഒരു പൂർണ്ണ മനുഷ്യന്റെ അസ്ഥി കൂടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം 11A എന്ന് പറയുന്ന സ്ഥലത്തും ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു. പക്ഷേ അതിൽ ഫോറൻസിക് പരിശോധനാ ഫലം ഇതുവരെ എത്തിയിട്ടില്ല. അതിലൊരു നിഗമനത്തിലേക്ക് എത്താൻ ഇതുവരെ ആയിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ സാക്ഷിയായി വന്ന ആൾ തന്നെ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്ക് നേരത്തെ വിക്ടിം പ്രൊട്ടക്ട് ആക്ട് പ്രകാരമുള്ള സംരക്ഷണം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒഴിവാക്കി SITയുടെ കസ്റ്റഡിയിൽ ഇയാളെ വാങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ വളരെ നാടകീയമായ മറ്റു ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതായത് ഈ ആക്ഷൻ കമ്മിറ്റി, സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പ്രധാനമായും BJP MLA ഇത്തരത്തിൽ മോശമായി ഒരു പ്രസ്താവന ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകി ബ്രഹ്മാവർ പോലീസ് ഈ മഹേഷ് ഷെട്ടി തിമറോടി, ഇതിന്റെ ഏറ്റവും വലിയ നേതാവ് ഇദ്ദേഹമാണ്. ഇവരൊക്കെ നയിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് മറ്റ് ചില കേസുകൾ, 2 കേസുകളുടെ വാറന്റ് ഉണ്ട് എന്ന ഒരു കാരണത്താലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇയാളുടെ ജാമ്യാർജിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാദങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇയാളില്ലാത്ത സമയത്ത് ഇതിന്റെ ഒപ്പം ഗിരീഷ് എന്ന് പറയുന്ന മറ്റൊരു പോരാട്ടക്കാരുണ്ട്. ഇയാളെയും ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു. ഇത്തരത്തിൽ ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ മുഴുവൻ ആളുകൾക്ക് മേലും പോലീസിന്റെ പല വിധത്തിലുള്ള നടപടികൾ എടുക്കുന്നതിനിടയിലാണ് ഈ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ എന്ന ഇദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. ചിന്നയ്യ എന്നാണ് ഇയാളുടെ പേര്. ആ ചിന്നയ്യെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇതിൽ SIT പറയുന്നത് പ്രധാനമായും ഇയാൾ ഒരു തലയോട്ടി നേരത്തെ ഹാജരാക്കിയിരുന്നു. ഈ തലയോട്ടിയുടെ ബാക്കി ഭാഗങ്ങൾ ഇയാൾ കണ്ടെത്തി കൊടുക്കണം എന്നാണ് SIT പറയുന്നത്. അത് ഒരു പക്ഷേ ജൂലൈ 19-ന് ഈ കേസ് ഏറ്റെടുത്തപ്പോൾ തന്നെ SIT അന്വേഷിക്കേണ്ട ഒരു കാര്യമാണത്. ഈ തലയോട്ടി എവിടെ നിന്ന് എടുത്തു, ആ സ്ഥലമായിരുന്നു ആദ്യം പരിശോധിക്കേണ്ടത്. പക്ഷേ SIT അത്തരം നീക്കങ്ങളിലേക്കൊന്നും നടക്കാതെ ഈ നേത്രാവതി പുഴയുടെ തീരത്തൊക്കെ വലിയ തോതിൽ പരിശോധന നടത്തുകയും അവിടെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇത്തരത്തിൽ കാര്യമായ അവശിഷ്ടങ്ങളൊന്നും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇയാൾ എടുത്തു കൊടുക്കണമെന്നാണ് SIT പറയുന്നത്. അതിൽ ചോദ്യം ചെയ്യലിനെ തുടർന്ന് പലതരത്തിലുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലെത്തിയപ്പോൾ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് ഇയാൾ നൽകുന്നതെന്നാണ് SIT ആരോപിക്കുന്നത്. ഇയാൾക്കെതിരെ ഇത്തരത്തിൽ വ്യാജ പരാതി നൽകി, അതോടൊപ്പം ഇത്തരത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള സ്ഥലം ഇത്തരത്തിലൊക്കെ ഉണ്ട് എന്ന ഒരു ആരോപണം ഉയരുന്നുണ്ട്. ഏതായാലും ഇന്ന് മഹേഷ് ഷെട്ടി തിമറോടി പുറത്തു വരുന്നതോടുകൂടി ഇതിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ അട്ടിമറി ശ്രമം നടക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കിയതാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള നാടകീയമായ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിൽ കേസിൽ വലിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. SIT സംഘം ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. മൃതദേഹം
ലഭിച്ച കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇയാളുടെ അറസ്റ്റ് ചെയ്ത കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിപ്പോൾ ആഭ്യന്തരമന്ത്രി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഏതായാലും ചിന്നയ്യ എന്ന് പറയുന്ന ഈ സാക്ഷിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന കാര്യം. ഇനി എന്താണ് SITയുടെ നീക്കം? ഇനി കൂടുതൽ ആളുകൾ, അതായത് ഈ പോരാട്ട സമിതി, തീർച്ചയായും സൗജന്യ ആക്ഷൻ കമ്മിറ്റി, ഇവരെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സൗജന്യയുടെ കേസാണ്. സൗജന്യക്ക് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ സൗജന്യ ഈ അനന്യയുടെ അമ്മ മൊഴി മാറ്റിയ വിഷയം പരിശോധിക്കണം. ഈ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള പല ശ്രമങ്ങളും ഈ അന്വേഷണ ഘട്ടത്തിൽ ഉണ്ടായതാണ്, പരിശോധന ഈ തിരച്ചിലിൻ്റെ ഘട്ടത്തിൽ ഉണ്ടായതാണ്. അവിടെയും അങ്ങനെ സ്വാധീനിക്കപ്പെട്ടതായി കരുതണോ? കാരണം ഇവരുടെ ഈ മൊഴിമാറ്റത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുരൂഹതയുണ്ടോ ബൈജു? തീർച്ചയായും ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ മൊഴി മാറ്റുന്ന ഒരുപാട് പ്രസ്താവനകൾ ഇവരുടെ പല യൂട്യൂബ് ചാനലുകൾക്കും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇന്നലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അങ്ങനെ ഒരു മകളില്ല, ഇത് വ്യാജ പരാതിയാണെന്ന തരത്തിൽ ഇവരുടെ പ്രസ്താവന വന്നത്. അതോടുകൂടിയാണ് വലിയ തോതിൽ സൈബർ ഇടങ്ങളിൽ ഈ സുജാത ഭട്ടിനെതിരെ ഇവർ വ്യാജ പരാതി നൽകിയെന്ന തരത്തിലും, മാത്രമല്ല ഈ ആക്ഷൻ കമ്മിറ്റി അനന്യ ഭട്ടിനെ മാത്രമല്ല ഈ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ വലിയ തോതിലുള്ള ഒരു സൈബർ അറ്റാക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ ആകുമ്പോഴേക്കും അനന്യ ഭട്ട് എന്നൊരു മകൾ തനിക്കുണ്ട് എന്ന വാദവുമായി വീണ്ടും സുജാത ഭട്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർക്ക് തലക്കാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പരിക്ക് പറ്റിയത്. ഇത് ഇവർ പറഞ്ഞത് നേരത്തെ ഈ അനന്യ ഭട്ടിനെ അന്വേഷിച്ചെത്തിയപ്പോൾ തന്നെ ആക്രമിക്കുകയായിരുന്നു, 4 മാസം താൻ കോമയിലായിരുന്നു എന്നൊക്കെയാണ്. ആ സമയത്ത് തലക്ക് വലിയ തോതിൽ പരിക്കേറ്റെന്നാണ് പറഞ്ഞിരുന്നത്. ഇവർ മാറ്റി ഏതായാലും മൊഴികൾ പറയുന്നുണ്ടെന്ന കാര്യം ഉറപ്പാണ്. ഇവരിപ്പോൾ SITയുടെ ഓഫീസിലുണ്ട്. SIT ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും SITയുടെ ഭാഗത്തു നിന്നും അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകും. അതായിരിക്കും അതിന്റെ ഏറ്റവും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം. നിലവിൽ ഇവർ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖം പിന്നീട് അത് മാറ്റി പറയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SIT ഇതിൽ ഈ അനന്യ ഭട്ട് എന്നൊരു മെഡിക്കൽ വിദ്യാർത്ഥിനി അവിടെ കാണാതായിട്ടുണ്ടോ, ആ കാര്യം SITക്ക് ഏതായാലും ഇവരുടെ ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. 1 മാസം മുൻപേ ഈ സുജാത ഭട്ട് ഇവർക്ക് പോലീസിന് പരാതി നൽകിയതാണ്. ഇത്രയും ദിവസമായിട്ടും അനന്യ ഭട്ട് എന്നൊരാൾ ഇങ്ങനെ തിരോധാനം ഉണ്ടോ എന്ന കാര്യത്തിൽ SITക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി വലിയ തോതിലുള്ള ഇപ്പോൾ ഈ നടപടികൾ ഈ SITയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ധർമ്മസ്ഥലിൽ കാണാൻ സാധിക്കുന്നത്. പരാതിയുമായി രംഗത്ത് വരുന്നവരൊക്കെ പ്രതികളാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു അവ്യക്തത, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു അവ്യക്തത ധർമ്മസ്ഥലയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവുമില്ല. ഈ ഫോറൻസിക് റിപ്പോർട്ട് എന്ന് വരും, ഇത് ആരുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്, ഈ അങ്ങനെയാണെങ്കിൽ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഇത്തരത്തിൽ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്, അത് ആരുടെ മൃതദേഹമാണ്, ഇതെങ്ങനെയാണ് ഇയാൾക്ക് കൃത്യമായ ആ സ്ഥലത്ത് ചൂണ്ടിക്കാട്ടി ഇത്തരമൊരു മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത്? ഇതിൽ പോലീസ് പറയുന്നത്, SIT പറയുന്നത് ഈ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ്. 17 ഇടങ്ങളിൽ ഇത്തരത്തിൽ കുഴിച്ച് പരിശോധിച്ചിട്ടും 100 കണക്കിന് മൃതദേഹങ്ങൾ, അതായത് ബലാത്സംഗത്തിനിരയായ 100 കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നായിരുന്നു ഇയാളുടെ മൊഴി. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്നത്. പക്ഷേ അത്രത്തോളം വലിയ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് SIT പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ശുചീകരണ തൊഴിലാളിയെ, ഈ നേരത്തെ ചിന്നയ്യ എന്ന് പറയുന്ന ഇയാളെ നേരത്തെ തന്നെ SITക്ക് കൃത്യമായി ചോദ്യം ചെയ്ത് ഇയാൾ പറയുന്നത് വ്യാജമാണോ, അതല്ല ഇയാൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഇത്തരം കാര്യങ്ങൾ എന്ന് SIT കണ്ടുപിടിക്കാത്ത എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അയാൾ റിമാൻഡിലായ ഒരു സമയത്താണ് ഇത്തരം നീക്കങ്ങൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഈ മുൻ ശുചീകരണ തൊഴിലാളി SITയുടെ കസ്റ്റഡിയിലാണ്. SIT കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും SIT ഒരു കാര്യം ഇതിൽ സ്ഥിരീകരണം ഉണ്ടാകുമായിരിക്കും, വൈകിട്ടോടുകൂടി ഉണ്ടാകുമായിരിക്കും. കാരണം അത്രത്തോളം വലിയ വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഈ പോലീസ് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണോ മുൻ ശുചീകരണ തൊഴിലാളിയെ, ഈ കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പരിശോധിക്കണം. ചേർത്തല ഐഷോ തിരോധാന കേസിൽ വഴിത്തിരിവ്.